CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് മേജർ രവി എന്ന് പറയുന്ന കൂതറ രവിയും മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ പേളി മാണി എന്ന് പറഞ്ഞ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു പെണ്ണ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. വൈറ്റ് സ്കിന്നുണ്ട്, സംസാരിക്കാൻ അറിയാം, പിന്നെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ടായി. നീ ശരിയാവില്ലടി. ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. പിന്നെ അഖിൽ മാരാർ, അങ്ങനെ പല ആൾക്കാരുണ്ട്. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. ഈ പേളി മാണി അപ്പോളജൈസ് ചെയ്ത പോലെ ഈ മേജർ രവി എന്ന് പറഞ്ഞ കൂതറ രവിയെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. അന്ന് ഞാൻ അവനെ ചലഞ്ച് ചെയ്ത്, അവനല്ല അവന്റെ അപ്പന്റെ അപ്പൻ. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. കാരണം ഞാൻ ഈ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആണ്. പത്രപ്രവർത്തനല്ലേ മോനെ, ഈ നാട്ടിൽ എന്ത് നടന്നാലും അത് ഈ ചെവി കൂടെ ഒന്ന് കയറിയിട്ടേ പോകും. അവനെ പോലെ തിരകഥ മോഷ്ടിക്കുക, മറ്റുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുക, അതേപോലെ ശിവരശനെ പിടിച്ചത് അവനാണെന്ന് പച്ചക്കള്ളം പറഞ്ഞു. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേര തന്തയ്ക്ക് പിറന്നവനാ. ഒരു റൗണ്ട് വെടിവെച്ചിട്ടില്ല ബാംഗ്ലൂരില്. ഫലം ഉണ്ടാവുമ്പോഴേ ഫലത്തെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. ഓ, ഈ ചത്തതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ എന്ന് പറയുന്ന പോലെ അല്ലേ? ഇവൻ ചുമ്മാ പച്ചക്കള്ളം പറഞ്ഞ് കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരു നായിന്റെ മോൻ. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. സാരമില്ല, സംസ്കാര സംബന്ധമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാണ്. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അവൻ എന്നെ വരട്ടാൻ വരുക. തന്നാണ് സത്യം. ഉടക്കി എന്നെ പോലെ പരനാറി ഈ ലോകത്തില്ലെന്നുള്ളവരെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ ഇവന്റെ വല്യപ്പനെ സാക്ഷാൽ മോദിയാണെങ്കിലും ബംഗാൾ ഗവൺമെന്റിനെയും തമിഴ്നാടിനെയും സാക്ഷാൽ ബാൽ താക്കറെയും വരട്ടിയവനാണ് ഞാൻ. ഈ ഇടിവെട്ട് സോണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ആ എന്നെ ഉണ്ടാക്കാൻ വരുമെന്ന് അവൻ പറഞ്ഞു. എന്റെ മോഹൻലാലിന്റെ മകൾ 30 വയസ്സുള്ള പെൺകുട്ടിയെ, അല്ലെ സ്ത്രീയെ, അവൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല. ഇവനെന്തു കുന്തവ അറിയാം. അവന് മോഷ്ടിക്കാനും ഈ പറയുന്ന കള്ളത്തരങ്ങളും വെടിയും മാത്രം പറയുക. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. അവനും ആരാധകരുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നോൺസെൻസ് ഇഡിയറ്റാണ് ഈ പറയുന്ന പേർലി മാണി. എനിക്കിഷ്ടമില്ലാത്ത കണ്ടാ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. അതിനകത്ത് അഖിൽ മാരാർ എന്ന് പറഞ്ഞവന് ബോധം വന്നു. എന്താ പറയുന്നത്? കാരണം കാണിച്ചത് തെറ്റായിപ്പോയി പലതും. പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ.